ഞാൻ 95 അല്ല, ഞാൻ 28 ഡേ ഹോർമോണൽ സൈക്കിളാണ് എൻ്റെ. മാനിന്റെ ആണ് 24 hour ഹോർമോണൽ സൈക്കിൾ. സ്ത്രീകൾക്ക് പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പീരിയഡ് സൈക്കിൾസ് ഉണ്ട്. ഇതൊന്ന് ട്രാക്ക് ചെയ്യാൻ. ഫോളിക്കുലർ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണ് ആ സമയത്ത്. വെരി ഹാപ്പി. അത് കഴിഞ്ഞ് ഓവുലേഷനിൽ ഇപ്പോൾ ഈസ്ട്രോജൻ ഒക്കെ പീക്കാണ്. കുറച്ച് ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ട്. അതുകൊണ്ട് സെക്ഷൽ ഫീലിംഗ്സ് ഉണ്ടാവും, കുറച്ച് ഹൈ ആയിരിക്കും, കുറച്ച് ലിബിഡോ നന്നായിരിക്കും. ഈ 2-3 ദിവസം ഇതുള്ളൂ എന്നുള്ളത് ആണുങ്ങൾക്ക് അറിയില്ല. അപ്പോൾ പെണ്ണുങ്ങളായിരിക്കും എനിക്ക് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടോ, എനിക്ക് എപ്പോഴും ഇതിങ്ങനെ തോന്നുന്നില്ലല്ലോ, പുള്ളിയാണെങ്കിൽ എപ്പോഴും റെഡിയാണ്. ല്യൂട്ടിയലിന്റെ സെക്കൻഡ് ഫേസിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈവിളാവാൻ തുടങ്ങും. PMS, I'm angry, I'm broody, there's a lot of mood swings. ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാമോ മനുഷ്യ? അത് ആ സമയത്ത് വരുന്നത് ഇറിറ്റേറ്റിംഗ് പീപ്പിൾ. പിന്നെ പീരിയഡ്സോട് പോകും ഹൈബർനേഷൻ. ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. സോ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഓക്കെ ഫോളിക്കുലർ ഫേസ് ഒരു സ്പ്രിംഗ് സീസൺ പോലെ, ഓവുലേഷൻ ഒരു സമ്മർ പോലെ, ല്യൂട്ടിയൽ ഒരു ഓട്ടം പോലെ, പീരിയഡ്സ് ഒരു വിന്റർ പോലെ. അപ്പോൾ പീരിയഡ്സ് വിന്റർ പോലെയാണ് ജീവിക്കാൻ നമ്മൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എന്റെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് വൈറ്റ് പാന്റ് ഇട്ട് ചാടി ഓടി നടക്കുന്നതാണ് പീരിയഡ്സ്. എന്നാലേ പീരിയഡ്സിൽ നമ്മൾ വൃത്തിയായി, അപ്പോഴും നമ്മൾ വൃത്തിയാവണം, പ്രൊഡക്റ്റീവ് ആവണം, വെളിയിൽ പോകണം, കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ അങ്ങനെയല്ല എന്റെ ബയോളജി എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നെങ്കിലും അടങ്ങി വീട്ടിലിരിക്കുന്നതാണ്. അതാണ് എല്ലാവർക്കും താല്പര്യം കേട്ടോ. ചുരുണ്ടു കൂടി എവിടെയെങ്കിലും കിടക്കണം, ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബ്ലാങ്കറ്റ്. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. സോ വാട്ട് ആർ വി ടീച്ചിങ് ആർ യങ്ങർ ഗേൾസ് എന്നുള്ളതുകൊണ്ട്